നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ എന്ന് ഒരു ഖുർആന്റെ ഒരു ആയത്ത് ഇവിടെ ഓതോ, ജനങ്ങൾ കേൾക്കട്ടെ. ഓതുന്നില്ല നിങ്ങൾ നബിദിനാഘോഷം അനിസ്ലാമികമെന്ന് ഒരു ആയത്ത് ഓതോ. പക്ഷേ ബുഖാരി ഇമാമിന്റെ ഗുരുവര്യനെ ഇസ്തിഗാസ ചെയ്തു ശിർക്കാണെന്ന്. അങ്ങനെ ചോദിക്കുക. അതാണ് അത് ഇപ്പൊ ന്യായമായി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കിതാബും ഈ വിഷയവും ചുങ്കത്തറയിൽ നിന്ന് മജീദിനെ പഠിപ്പിച്ചതാ. അത് മജീദിന് പഠിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 ആഴ്ച അപ്പോസ്തലി വർക്ക് എടുത്തപ്പോഴേക്ക് മറന്നതായിരിക്കും. അതുകൊണ്ടാണ് ആ കിതാബും കൊണ്ടുവന്നത്. അപ്പൊ ഏതായിരുന്നാലും അതല്ല വിഷയം. മറിച്ച് ഈ പള്ള എന്താ, നബിദിനാഘോഷം അനിസ്ലാമികമാണ് എന്നതിന് ആയത്തുണ്ടോ, ഹദീസുണ്ടോ, അതേപോലെ സ്വഹാബത്തിന്റെ മാതൃകയുണ്ടോ, അധ്യാപനമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിനാ ഞാൻ പറഞ്ഞത്, ഒരു സംഗതി ഇസ്ലാമികമാകണോ അള്ളാഹു പഠിപ്പിക്കണം. മജീദ് ശ്രദ്ധിക്കട്ടെ, അടുത്താളെ ശ്രദ്ധിക്കട്ടെ. ഓനൊരു 8-10 മുഖാമുഖം ഇപ്പൊ ചോദിക്കാൻ വരുന്നത്. ഇങ്ങനെ മനുഷ്യന്മാർ ശ്രദ്ധിക്കാനായിക്കൂല. അതുകൊണ്ടാണ് പിന്നെ ചോദിക്കേണ്ടി വരുന്നത്. മര്യാദക്ക് സ്വസ്ഥമായിരുന്നു ഒന്ന് കേട്ട് പഠിച്ചു പോയാൽ പിന്നെ മജീദ് ചോദിക്കാൻ വരില്ല. ഇത് 4 ഭാഗം ആളിരുന്നിട്ട് ഉത്തരം ശ്രദ്ധിക്കാൻ സമ്മതിക്കൂല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് കഴിഞ്ഞു പോകുമ്പോ എന്തേ കിട്ടിയോ അറിയില്ല. അപ്പൊ അടുത്ത മുഖാമുഖത്തിന് പിന്നെയും വരും. മിഞ്ഞാന്ന് പാലക്കാടും വന്ന് മജീദ് ചോദിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, മജീദെ തൽക്കാലം നമുക്ക് നാട്ടിൽ നിന്ന് കാണാം, അവിടെ തീർക്കാം. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവാണ് പഠിപ്പിക്കേണ്ടത്. ഒരു കാര്യം ഇസ്ലാമികമാണെങ്കിൽ അത് അള്ളാഹ് പഠിപ്പിച്ചില്ല. നബിദിനാഘോഷം തിങ്കളാഴ്ച നോമ്പ് ഇസ്ലാമികമായി. എന്തുകൊണ്ട്? റസൂലുള്ളാഹ് പഠിപ്പിച്ചു. നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഇസ്ലാമികമായി. എന്തുകൊണ്ട്? അള്ളാഹു പഠിപ്പിച്ചു, റസൂല് പഠിപ്പിച്ചു. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞ് ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ അള്ളാഹ് പറഞ്ഞില്ല, റസൂല് പറഞ്ഞില്ല. അതുകൊണ്ട് അനിസ്ലാമികം തന്നെ. ഇനി പാടില്ല എന്ന ആയത്തുണ്ടോന്നാ? അത് മജീദിനെ ആക്ഷേപിച്ചത് കാര്യമില്ല. അപ്പോസ്തലി വർക്കിന് പോണോന് ഇസ്ലാമിന്റെ ബേസ് തിരിഞ്ഞുകൊള്ളം എന്നില്ല. ഒരാളിപ്പോ പുതിയ ആഘോഷം ഇനിയിപ്പോ ഉണ്ടാക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ പുതിയ ആഘോഷം ഉണ്ടാക്കി. ഇപ്പൊ മജീദിനെ വല്ലിപ്പ ഒരു ചികിത്സക്കുള്ള ആളാണല്ലോ. അതുകൊണ്ട് മജീദ് പറയാ, വല്ലിപ്പ മരിച്ചപ്പോ ഇനി വല്ലിപ്പാന്റെ പേര് ഞാനൊരു ആഘോഷം ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മജീദ് പാടില്ല, അത് ശരിയല്ല, ചെയ്യാൻ പാടില്ല, അനിസ്ലാമികമാണ്. അപ്പൊ ചോദിക്കുക, എന്റെ വല്ലിപ്പാന്റെ പേരിൽ ഇങ്ങനെ ആഘോഷം ഉണ്ടാക്കാൻ പാടില്ല എന്ന ആയത്തുണ്ടോ, ഹദീസുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി നബിദിനാഘോഷം എവിടുന്ന് ആരംഭിച്ചു? നേരത്തെ പറഞ്ഞു, ഹിജ്റ 630 മരിച്ച മുളഫർ രാജാവ് തുടങ്ങി വെച്ചു. ഹിജ്റ 630 മരിച്ച മുളഫർ രാജാവ് തുടങ്ങി വെച്ചു. അപ്പൊ അന്ന് വരെയുള്ള മുസ്ലിം ലോകത്ത് ആ ഒരു ആഘോഷം, ആ ഒരു ആചാരം അഹ്ലുസുന്നയുടെ പേരിൽ പരിചയമില്ല. അതിനു മുമ്പ് ഷിയാക്കൾ ചെയ്തിട്ടുണ്ട്. ഷിയാക്കൾ 4-ാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഫാത്തിമിയാക്കളായ ഷിയ വിഭാഗത്തിലെ ഉഗ്രവാദികള്. എന്നാൽ 630 മരിച്ച മുളഫർ രാജാവ്, ഇർബൽ രാജാവ് തുടങ്ങി വെച്ചു. അവിടെ ഇങ്ങോട്ട് പ്രചരിച്ചു പോന്നു. എന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയുമ്പോ ചോദിക്കുക, ഇത് ശരിയല്ല എന്ന് ഖുർആനിലുണ്ടോ? ഖുർആൻ മൊത്തത്തെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അതാ സ്വീകരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ വിലക്കിയത് അതാ ഒഴിവാക്കേണ്ടത്. ആ റസൂൽ കൊണ്ടുവന്ന കൂട്ടത്തിന് നബിദിനാഘോഷം എന്ന ഏർപ്പാടില്ല. അല്ലാഹു തആല ഇറക്കിയ വിശുദ്ധ ഖുർആനിൽ 6 ചില്ലാനം ആയത്തുണ്ടെങ്കിലും ഒരൊറ്റ ആയത്തിലും നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ലക്ഷക്കണക്കായ ഹദീസുകൾ, ആ ഹദീസുകളിൽ എവിടെയും നബിദിനം ആഘോഷിക്കാൻ നിർദ്ദേശിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച 1,00,000-ലേറെ വരുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരും നബിദിനം ആഘോഷിച്ചില്ല. ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബിഉകൾ, ആ താബിഉകളാരും ജന്മദിനം ആഘോഷിച്ചില്ല. ആ താബിഉകളിൽ നിന്ന് മതം പഠിച്ച തബഉ താബിഉകൾ, അവരാരും നബിദിനം ആഘോഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും പരിചയമില്ലാത്തൊരു പുത്തനാചാരം 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ തുടങ്ങി. പിന്നീട് 630 മരിച്ച മുളഫർ രാജാവ് എന്ന രാജാവ് അത് ഏറ്റെടുത്ത് പ്രചാരം നൽകി. അതിൽ നിന്ന് സൂഫികൾ അതിന്റെ പ്രചാരണം ഏറ്റെടുത്തു. അങ്ങനെ സൂഫികളിലൂടെ അത് പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നീട് സുന്നത്ത് എന്താണോ ജമാഅത്ത് എന്താണോ എന്നറിയാത്ത ആളുകൾ സുന്നത്ത് ജമാഅത്തുകാരായി സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അവർ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഈ ആചാരം ഉണ്ടായത്, അങ്ങനെയാണ് ഈ ആഘോഷം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് അനിസ്ലാമികം തന്നെ. ഇനി അത് കൂലി കിട്ടുമെന്നാണോ, അത് സുന്നത്താണ് എന്നാണോ, ഫർളാണ് എന്നാണോ, പ്രതിഫലാർഹമാണ് എന്നാണോ, ഇസ്ലാമികമാണ് എന്നാണോ എങ്കിലാണ് ആയത്ത് പറയേണ്ടത്. ഏത് ആയത്തിലാണ് പഠിപ്പിച്ചത്? റബീഉൽ അവ്വൽ 12-ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ഏത് ഹദീസിലാണ്
പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ഏത് സ്വഹാബിയാണ് പറഞ്ഞത്? ഏത് താബിഇയാണ് പറഞ്ഞത്? ഏത് താബിഇയാണ് പറഞ്ഞത്? ഇങ്ങനെ ആഘോഷം ഇസ്ലാമികമാണെന്ന്, അത് ആഘോഷിക്കണമെന്ന്, അത് ആചരിക്കണമെന്ന്. അല്ലാഹു റസൂലിന്റെ കാലശേഷം 1/2 നൂറ്റാണ്ട് കാലം അവിടുത്തെ പത്നിമാർ ജീവിച്ചിട്ടുണ്ട്. ആ ഭാര്യമാരാരെങ്കിലും റബീഉൽ അവ്വൽ മാസം കടന്നു വന്നപ്പോൾ ഇത്തരം ഒരു ആഘോഷം ചെയ്തുവോ? ഇല്ല, ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 90 കൊല്ലത്തിലേറെ സ്വഹാബിമാർ ജീവിച്ചു. അവരാരെങ്കിലും ചെയ്തുവോ? ഇല്ല, ചെയ്തില്ല. അത് തന്നെ തെളിവാണ് ഇത് ഇസ്ലാമികമല്ല, ഇത് അനിസ്ലാമികമാണ്, ഇത് പുത്തനാചാരമാണ്, ഇത് ബിദ്അത്താണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്.